ISLന്റെ ഭാവി എന്താണ്? ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിലെ വലിയൊരു ആശങ്ക. നിലവിലെ സാഹചര്യത്തിൽ ജനുവരിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ ആരംഭിക്കുമെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടെങ്കിലും AIFFന് മുന്നിൽ കടമ്പകൾ ഏറെയാണ്. എങ്കിലും ജനുവരിയിൽ തന്നെ സീസണിന് തുടക്കമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ഇതിനിടയിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് കർശന നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഫിഫ. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഏറെ ആഗ്രഹിച്ച കാര്യമാകും അടുത്ത സീസണിൽ നടക്കാൻ പോകുന്നത്. ഈ സീസൺ മുതൽ ISLലും ഐ ലീഗിലും റിലേഗേഷനും പ്രൊമോഷനും ഉണ്ടാകും. ഇനി ISL ക്ലോസ്ഡ് ലീഗായി തുടരാൻ പറ്റില്ല എന്ന് ഫിഫയും AFCയും പറഞ്ഞതായാണ് വിവരങ്ങൾ. വരും സീസണിൽ ഐ ലീഗിൽ നിന്ന് ISLലേക്ക് പ്രൊമോഷനും തിരികെ ISLൽ നിന്ന് ഐ ലീഗിലേക്ക് റിലേഗേഷനും ഉണ്ടാകും. ഇത് ഇന്ത്യൻ ഫുട്ബോളിനെ കൂടുതൽ ആവേശകരമാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ ISLൽ റിലേഗേഷനോ പ്രൊമോഷനോ ഇല്ല. ഐ ലീഗിൽ നിന്നും റിലേഗേഷൻ ഉണ്ടെങ്കിലും പ്രൊമോഷനും ഇല്ല. ലീഗുകൾ ഓപ്പൺ ആകുന്നതോടെ ടീമുകളുടെ മത്സരവീര്യവും കൂടും. ഐ ലീഗിൽ നിന്ന് ISLലേക്ക് പ്രൊമോഷൻ എന്ന AIFF പദ്ധതികൾക്ക് മാറ്റമില്ല എന്ന് AIFF ജനറൽ സെക്രട്ടറിയായ കുശാൽ ദാസ് അടുത്തിടെ പറഞ്ഞിരുന്നു. ഫിഫയും AFCയും കൂടെ അത് ഉണ്ടാകുമെന്ന് പറഞ്ഞതോടെ പ്രൊമോഷനും റിലേഗേഷനും ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അടുത്ത ISL സീസൺ മുതൽ ലീഗ് ചാമ്പ്യന്മാർക്ക് ISLലേക്ക് പ്രൊമോഷൻ ലഭിക്കും. അടുത്ത സീസണിൽ ഐ ലീഗ് ചാമ്പ്യന്മാരാകുന്ന ക്ലബ്ബുകൾ ഫ്രാഞ്ചൈസി തുക നൽകാതെ തന്നെ ISLലേക്ക് എത്തും. റിലേഗേഷൻ ഈ സീസണിൽ ആരംഭിക്കുമെന്നാണ് പറയുന്നത്.